ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ 6th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ആക്ട്രസിന്റെ കേസിന്റെ മിസ്റ്ററി ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് സാനിന് വാമ്പയർ ആയിട്ടുള്ള യോനയുടെ ഒരു കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യോനനെ മീറ്റ് ചെയ്യാനായിട്ട് സാൻ ചെല്ലുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ വെച്ച് യോനയുടെ കുറെ ഗാർഡ്സുമായിട്ട് സാൻ ഒരു ഫൈറ്റിൽ തന്നെ ഏർപ്പെടുന്നുണ്ട്. അവളുടെ ഗാർഡ്സ് ആകട്ടെ അവരുടെ വാമ്പയർ പവേഴ്സ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ സാനും അവന്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മുമ്പിൽ അവന് പിടിച്ചെക്കാൻ പറ്റാതെ അവരവനെ അടിച്ച് താഴെ ഇടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യോന വന്നിട്ട്, ഞാനിപ്പോ നിന്നിങ്ങോട്ട് വിളിച്ചത് നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാനായിട്ടാണെന്നും എന്തൊക്കെയായാലും എന്റെ ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ശക്തി ഇപ്പോ നിനക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ കാണാമെന്ന് അവന് വോൺ ചെയ്തിട്ട് അവളിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹ്യങ്ങിന്റെ ടേബിളിൽ നിന്നിട്ട് ഒരു ഹൈസ്കൂൾ റീയൂണിയൻ ഇൻവിറ്റേഷൻ കാണുന്ന വൂള്, നീ അതിന് പോകുന്നില്ലേന്ന് ഹ്യങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്റെ പഴയ കാലത്തിനെ പറ്റിയിട്ടൊക്കെ ഹ്യങ് ആലോചിച്ചിട്ട് ഇപ്പൊ അതിന് പോകാനായിട്ട് തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, പണ്ടത്തെ ആ ഒരു സമയത്തൊക്കെ അവന്റെ ക്ലാസ്സിൽ അവൻ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വളരെ ഫേമസ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്നും പക്ഷെ അവന് അവന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടീനെ വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുമ്പോൾ ഹ്യങ് അവരുടെ പണ്ടത്തെ ആ ഒരു ക്ലാസ് ഫോട്ടോ എല്ലാം നോക്കി പുറത്ത് ഇരിക്കുമ്പോൾ അവിടേക്ക് സാൻ വന്നിട്ട് അവൻ നേരത്തെ അവൻ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ പേരൊക്കെ ചോദിക്കുമ്പോൾ അത് സൂയോൺ ആണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവര് സൂയോണെ പറ്റി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഹ്യങ്ങിന്റെ പഴയ ഒരു ക്ലാസ്മേറ്റും അവന്റെ ഫ്രണ്ടും ആയിട്ടുള്ള കിം എന്ന് പറഞ്ഞ ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. അവള് ഇപ്പൊ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഹ്യങ്ങിന്റെ അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞിട്ട് അവനോട് ആ ഒരു റീയൂണിയന് വരാനായിട്ട് പറയുന്നുണ്ട്. മാത്രല്ല, അടുത്ത കൊല്ലം അവരുടെ ആ ഒരു സ്കൂള് പൊളിച്ചു പണിയുന്ന കാരണം കൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്ന് കൂടാമെന്ന് പറയുമ്പോൾ ഹ്യങ്ങിന് അതിലൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് നിന്നെ റീയൂണിയന് വിളിക്കാൻ മാത്രമല്ല എനിക്ക് നിന്നെ ഒരു ഹെൽപ്പും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഹ്യങ് ആ ഒരു റിയൂണിയന് പോകാനായിട്ട് തീരുമാനിച്ചിട്ട് പഴയ അവരുടെ ക്ലാസ് മെമ്മറീസ് ഒക്കെ എടുത്ത് നോക്കുന്നതിന്റെ ഇടയിൽ അവന്റെ തന്നെ കുറെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ശരിക്കും ഒരു ആത്മഹത്യയായിരുന്നു, അവൾ ശരിക്കും ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് പറയുന്ന കുറെ മെമ്മറീസ് എല്ലാം അവനിപ്പോ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ 3 പേരും കൂടിയിട്ട് ഹ്യങ്ങിന്റെ ആ ഒരു പഴയ സ്കൂളിലേക്ക് ചെന്നിരിക്കുകയാണ്. അവർ ചെന്ന് കയറുന്ന സമയത്ത് തന്നെ അവരുടെ പണ്ടത്തെ ടീച്ചറും ഇപ്പൊ അവിടേക്ക് എത്തിയിട്ട് അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവനവന്റെ പഴയ ക്ലാസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്റെ പഴയ ഫ്രണ്ട്സിനെയും അവൻ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഓരോ തമാശകളൊക്കെ പറഞ്ഞിരുന്ന് അന്ന് രാത്രി എല്ലാവരും ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സ്കൂളിൽ വെച്ച് നൈറ്റ് ഡ്രിങ്ക്സ് എല്ലാം അടിക്കുന്നതെന്ന് അവര് പറയുന്നുണ്ട്. അന്നൊരു ദിവസം സ്റ്റാർസിനെ എല്ലാം ഒബ്സർവ് ചെയ്യാനായിട്ടും അവരുടെ ടീച്ചറിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു നൈറ്റ് സ്റ്റേ നടത്തിയതും അന്ന് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചതും അവരിപ്പോ ഓർക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകട്ടെ വൂള് നമ്മുടെ ഹ്യങ്ങിന്റെ ക്രഷ് ആയിട്ടുള്ള സൂയോൺ എന്ന് പറയുന്ന പെൺകുട്ടി എപ്പോഴാണ് വരാന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഹ്യങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ചെന്നിട്ട് അവിടെ പണ്ട് അവൻ സ്കൂൾ ബെഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെയും സൂയോന്റെയും പേര് അവനിങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ടേക്ക് സാൻ വന്നിട്ട് ശരിക്കും എന്താണ് പ്രശ്നമെന്നും സൂയോൺ ഇപ്പൊ എവിടെയാണെന്നും ചോദിക്കുമ്പോൾ അവള് അന്നത്തെ ദിവസം രാത്രി തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നൊരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അവരെല്ലാരും കൂടി ഒരു ഗെയിം കളിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവന്റെ വീട്ടിലേക്ക് വന്ന് അവനെ ഈ ഒരു റീയൂണിയനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കിം തന്നെ ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഗെയിമിൽ ഒരു ബോക്സിൽ ഇവർ കുറെ ടാസ്കുകളൊക്കെ എഴുതി ഇട്ടിട്ടുണ്ടായിരിക്കും. മാത്രമല്ല, അവർക്ക് എല്ലാവർക്കും ഓരോ നമ്പർ കാർഡ്സും കിട്ടിയിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ അതിൽ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു നമ്പർ കാർഡ് കിട്ടുന്ന സമയത്ത് ആ കാർഡ് കിട്ടിയ ആൾക്ക് ആ ഒരു ബോക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ടാസ്ക് എടുത്ത് ബാക്കി ആരോട് വേണമെങ്കിലും ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഗെയിം കേൾക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ഗെയിം കളിക്കില്ല എന്ന് പറയുമ്പോൾ അന്ന് സൂയോൺ മരിച്ച ദിവസം രാത്രിയും അവർ ഇതേ ഗെയിം തന്നെ കളിച്ചിട്ടുള്ള കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ ആദ്യമൊക്കെ ഒരാളെ സ്ലാപ്പ് ചെയ്യുക, ഒരാളെ കിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് കിട്ടിയതിനു ശേഷം ഹ്യങ്ങിന് ആ ഒരു സ്റ്റാർ കാർഡ് കിട്ടി അവൻ ടാസ്ക് എടുക്കുന്ന സമയത്ത് അത് കണ്ട് അവൻ വളരെയധികം ഞെട്ടി പോകുന്നുണ്ട്. കാരണം ആ ഒരു ടാസ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നമ്പർ 5 എന്ന് പറഞ്ഞ് കാർഡ് കിട്ടിയിരിക്കുന്ന ആളെ നമ്പർ 3 കൊല്ലണം എന്നായിരുന്നു. ഇതേ സമയത്ത് 20 വർഷങ്ങൾക്ക് മുമ്പും അന്നത്തെ ദിവസം രാത്രി ഇതേ കാർഡ് തന്നെയാണ് അവർക്ക് കിട്ടിയതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാർഡും കൂടി കണ്ടിട്ട് എല്ലാവരും തന്നെ പാനിക്കായിട്ട് മതി ഈ ഒരു ഗെയിം നിർത്തി ഇവിടെ വെച്ച് പോവാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴാണ് കിം അവരുടെ അടുത്ത് സത്യമൊക്കെ പറയുന്നത്. തനിക്ക് എന്ത് വില കൊടുത്തിട്ടായാലും സൂയോനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ സ്റ്റോറിയും ഒക്കെ ആയിരിക്കും അടുത്ത അവളുടെ ഷോയിലേക്ക് അവൾ എയർ ചെയ്യാമെന്നും പറയുമ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും ഷോക്ക്ഡ് ആവാണ്. ഇതേ സമയത്ത് ഹ്യങ് ആകട്ടെ അവന്റെ ക്രഷ് ആയിട്ടുള്ള സൂയോന്റെ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അവനും പറയുന്നുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള
അവരെല്ലാവരും എസ്പെഷ്യലി അതിലുള്ള മീറ എന്ന് പറയുന്ന ഒരു ലേഡിയും സിയോന്റെ ശരിക്കും ഒരു സൂയിസൈഡ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിം ആകട്ടെ അവളുടെ ഒരു സൂയിസൈഡ് ആയിരുന്നെങ്കിൽ അവളുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് ആ ഒരു നമ്പർ 5 എന്ന് പറയുന്ന കാർഡ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയായാലും ഈ ഒരു കേസിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാനും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഹ്യങ്ങിന്റെ അടുത്ത് അപ്പോൾ ഇത് ശരിക്കും ഒരു മർഡർ ആയിട്ടും എന്തുകൊണ്ടാണ് അത് സൂയിസൈഡ് എന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് തന്നെ അവരെല്ലാവരും മൈനർ ആയിട്ടും ഡ്രിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് അതിന്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നും അവരെല്ലാരും കൂടി സൂയോൺ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സൂയിസൈഡ് ചെയ്തത് എന്ന് പോലീസിനോട് പറയാണ് ചെയ്തത്. ഇത് കേൾക്കുന്ന സാൻ ആ ഒരു കാർഡില് നമ്പർ 3 കാർഡ് കിട്ടിയ ആളാണ് നമ്പർ 5നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ 3നെ കണ്ടുപിടിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാർഡ് കിട്ടിയത് എങ്ങനെ തന്നെയാണെന്നും പക്ഷെ ഞാൻ അവളെ കൊന്നിട്ടില്ലെന്നും അവനിപ്പോ റിവീൽ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് പഴയ ഒരു ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് ഓരോരുത്തർക്കും സൂയോനോട് ശത്രുത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നമ്മളെക്കാളും ഭംഗിയും അതുപോലെ നമ്മളെക്കാളും പഠിപ്പിലും മികച്ചതായതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലുള്ള എല്ലാവർക്കും അവളോട് ജലസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ ആരാണ് ഏറ്റവും അവസാനമായിട്ട് സൂയോനെ കണ്ടത് എന്ന് വൂള് ചോദിക്കുന്ന സമയത്ത് അതിൽ മീര എന്ന് പറയുന്ന ലേഡി ആകട്ടെ അത് ഹ്യങ് തന്നെയാണെന്ന് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ സാൻ എല്ലാരോടും കൂടിയിട്ട് സൂയോന്റെ മരണത്തിന് ശേഷം ഹ്യങ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കൂൾ വിട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹ്യങ് ആയിരിക്കും ഒരു പക്ഷേ ഒരു കാര്യം ചെയ്തതെന്ന് സംശയമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അന്ന് ശരിക്കും നമ്പർ 3 എന്ന് പറഞ്ഞ കാർഡ് ഹ്യങ്ങിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു എന്നും പക്ഷെ അവൻ ഈ ഒരു കൊലപാതകം ചെയ്തിട്ടില്ലെന്നും അവരോട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ മീറയും കിമ്മും കൂടിയിട്ട് സൂയാണും അവരുടെ ക്ലാസ് ടീച്ചറിന് തമ്മിൽ ചെറിയ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നും അവരെ രാത്രി സമയങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് അവർ കണ്ടിട്ടുണ്ടെന്നും കുറെ റൂമേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹ്യങ്ങിനോട് കിമ്മിന് ചെറിയൊരു ഇഷ്ടമുള്ളതായിട്ടും നമ്മൾ അറിയുന്നുണ്ട്. ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ ഒരു കേസ് ഏറ്റെടുത്ത സാൻ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം കൂടി റീകോൾ ചെയ്ത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ 20 വർഷം മുമ്പുള്ള ആ ഒരു രാത്രി നമ്മുടെ ഹ്യങ്ങും ഒപ്പം തന്നെ സൂയോണും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഓയിൽമെന്റ് കിട്ടാനായിട്ട് അവിടുത്തെ നഴ്സിന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് സൂയോൺ ഹ്യങ്ങിന് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഹ്യങ്ങിനെ വളരെയധികം ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞ് അവനിപ്പോ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്ലാസ് റൂമിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന മീറ ഒരു സമയത്ത് സൂയോനെ കാണുകയും ഏതോ ഒരു മെയിൽ വോയിസ് അവളെ സൂയോൺ എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിനുശേഷം സൂയോണെ പറ്റിയിട്ട് യാതൊരു വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്നും ഇപ്പോ സാനിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു മെയിൽ വോയിസ് ഹ്യങ്ങിന്റേത് തന്നെ ആയിരിക്കുമെന്നും അവൾ പറയുമ്പോൾ വീണ്ടും എല്ലാ എവിഡൻസസും ഹ്യങ്ങിനെതിരെ വരുന്നുണ്ട്. മാത്രമല്ല അവർ ഈ ഒരു ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ നമ്പർ 3 നമ്പർ 5നെ കൊല്ലുമെന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് ശരിക്കും സൂയോൺ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലെന്നും അവൾ വാഷ്റൂമിലേക്ക് എന്ന് പറഞ്ഞ് പോയതാണെന്നും അവൻ അറിയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് ആ ഒരു ബിൽഡിങ്ങിന് താഴേക്ക് വീഴുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യായിരുന്നു എന്ന് സാൻ ചോദിക്കുമ്പോൾ മീറയും കിമ്മും കൂടി ഒരുമിച്ച് ഈ ഒരു ക്ലാസ്സിൽ തന്നെയാണ് ഇരുന്നതെന്നും ഹ്യങ് ആകട്ടെ ഈ ഒരു സമയത്ത് ബാത്റൂമിൽ പോയെന്നും അവരോടൊപ്പം ഉണ്ടായിരുന്ന വേറൊരു മെയിൽ ക്ലാസ്മേറ്റ് താൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തു പോയതാണെന്നും വേറൊരു ലേഡി താൻ വെള്ളം കുടിക്കാനായിട്ട് പുറത്തു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സാൻ സൂയോൺ മോളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നത് ഇമാജിൻ ചെയ്ത് അവരോട് എല്ലാവരോടും തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഏതാണെന്ന് നോക്കാൻ പറയുമ്പോൾ അപ്പോഴാണ് അവരെല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നത്. കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന കാർഡ് നമ്പേഴ്സും നമ്പർ 3 തന്നെയാണ്. പക്ഷെ മീരയുടെ കയ്യിൽ മാത്രം ഇപ്പോൾ ഒരു സ്റ്റാർ കാർഡ് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സമയത്താണ് അന്ന് ശരിക്കും എന്താണ് നടന്നതെന്ന് സാൻ പറയുന്നത്. ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന മീര എന്ന് പറയുന്ന ലേഡി ഇന്ന് ഇവരെല്ലാരും കുടിച്ചിരുന്ന ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് ബാക്കി എല്ലാരെയും പറ്റിച്ചിട്ട് മുമ്പേ പ്രിപ്പയർ ചെയ്ത് വന്ന പോലെ തന്റെ കയ്യിൽ ആ ഒരു സ്റ്റാറിന്റെ കാർഡ് എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും തന്നെ നമ്പർ 3 എന്ന് എഴുതിയിരിക്കുന്ന കാർഡ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ട് സൂയോണിന് മാത്രം നമ്പർ 5 എന്ന് പറയുന്ന കാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് തന്നെയാണ് നമ്പർ 5 എന്ന് പറയുന്ന ആളെ നമ്പർ 3 കൊല്ലണം എന്ന് എഴുതിയിട്ട് ആ ഒരു ടാസ്ക് എടുക്കുന്നത്. സാനാകട്ടെ എങ്ങനെയാണ് ഇക്കാര്യം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നേരത്തെ ഹ്യങ് അവന്റെ കയ്യിലായിരുന്നു ഈ ഒരു 3rd നമ്പറുള്ള കാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഹ്യങ്ങിന് ഡൗട്ട് ഉണ്ടായിരുന്നിട്ടും അവന്റെ കയ്യിൽ ഈ ഒരു 3rd നമ്പർ കാർഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവർ പോലീസിന് ഇത് റിപ്പോർട്ട് ചെയ്യാത്തതെന്നും എന്തുകൊണ്ടാണ് അതൊരു സൂയിസൈഡ് ആണെന്ന് പറഞ്ഞതെന്നും സാനിന് അപ്പം മുതലേ സംശയം ഉണ്ടായിരുന്നു എന്ന് ഈ പവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മീറയാകട്ടെ അപ്പൊ ഞാൻ അവളെ കൊന്നുന്നാണോ നീ പറയുന്നതെന്നും അതിന് നിന്റെ കയ്യിൽ എന്ത് എവിഡൻസ് ആണ് ഉള്ളതെന്നൊക്കെ അവനോട് ചോദിക്കുമ്പോൾ നീ ശരിക്കും അവളെ കൊന്നിട്ടില്ലെന്നും പക്ഷെ കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളെ വീണ്ടും
ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ഹ്യങ്ങും സൂയോണും കൂടിയിട്ട് ആ ഒരു നഴ്സിന്റെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബാക്കിൽ നടന്നുകൊണ്ടിരുന്ന സൂയോണിന്റെ അടുത്ത് മീറ എന്തൊക്കെ പറഞ്ഞ് വേഗം തന്നെ സൂയോൺ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് മീറയാകട്ടെ ഇതൊന്നും തന്നെ സമ്മതിക്കാതെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള മിസ്റ്റർ ജി അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ സൂയോണെ കൊന്നത് ഞാനും അതിനൊപ്പം നിന്നത് മീറയാണെന്നും തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുമ്പോൾ മനഃപൂർവ്വം തന്നെ അവളെ കൊല്ലാനായിട്ടാണ് അന്ന് എല്ലാവർക്കും അവൻ ഡ്രിങ്ക്സ് കൊടുത്ത് എല്ലാവരോടും ആ ഒരു ഗെയിം കളിക്കാൻ പറഞ്ഞതെന്നും മീറയോട് പറഞ്ഞിട്ട് അങ്ങന്റെ ഒപ്പം നടന്നുകൊണ്ടിരുന്ന സൂയോണിനോട് അവൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് വരാൻ പറഞ്ഞതും ആ ഒരു ടീച്ചർ തന്നെയാണെന്ന് ഇപ്പൊ അവൻ റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഫ്ലാഷ് ബാക്കിൽ ആ ഒരു നമ്പർ 5 എന്ന് പറയുന്ന കാർഡ് മരിച്ചുപോയ നമ്മുടെ സൂയോണിന്റെ പോക്കറ്റിൽ വെക്കുന്നതും ഈ ഒരു സാറ് തന്നെയാണെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരുന്ന ഹങ് സാറിനെ ഇട്ടിട്ട് എന്റെ കൊടുത്തതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നീ അവളെ കൊന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും മീറയും ഈ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള മിസ്റ്റർ ജെയും തമ്മിൽ ചെറിയ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സൂയോൺ കണ്ടുപിടിക്കുകയും ചെയ്തതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് അവളെ കൊന്നതെന്നും അവൻ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസൊക്കെ സോൾവ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഈ ഒരു കേസ് തന്റെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലൂടെ താൻ എന്തായാലും പുറം ലോകത്തെ അറിയിക്കും എന്ന് കിം അവർക്ക് എല്ലാവർക്കും പ്രോമിസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കേസ് തെളിയിച്ച് വർഷങ്ങളായിട്ടുള്ള തന്റെ ആ ഒരു കുറ്റബോധവും ഗിൽറ്റും ഒക്കെ മാറ്റി ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് തന്ന ഹ്യങ്ങിനും സാനിനോടും അവൾ നന്ദി പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു സമയത്താകട്ടെ ഹ്യങ്ങിന് തന്റെ അടുത്ത് സൂയോൺ ഇരുന്ന് അവനെ നോക്കി ചിരിക്കുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കേസൊക്കെ സോൾവ് ചെയ്തതിനു ശേഷം സാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ ഫോണിലായിട്ട് ഈ ഒരു സാറ്റർഡേ 11 PM ഇതിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് യോന അയച്ച ഒരു മെസ്സേജും കൂടി കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി യോന എന്തിനു വേണ്ടിയിട്ടാണ് സാറിനെ കാണാൻ പറഞ്ഞതെന്നൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.